എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള അതായത് 2025-26 അധ്യയന വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള പ്രവേശന പരീക്ഷ നടത്താനുള്ള സമയപരിധി ജൂൺ 15 നിശ്ചയിച്ച് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ. ഇതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ അറ്റൻഷൻ എന്നുള്ള വിഭാഗത്തിലായിട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സർക്കുലർ നിങ്ങൾക്ക് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ .org എന്നുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അറിയാനായിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. നിലവിൽ കേരളത്തിൽ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പ്രവേശന പരീക്ഷ ഒന്നും നടത്തുന്നില്ല. എന്നാൽ അടുത്ത വർഷം എന്ന് പറയുമ്പോൾ 2025-26 അധ്യയന വർഷം മുതൽ ഈ ഒരു പ്രവേശന പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം പ്രവേശന പരീക്ഷ നടത്തണം എന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊന്നും നേരത്തെ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്ക് ഈ ഒരു 2024-25 അധ്യയന വർഷത്തെ ആ ഒരു അഡ്മിഷൻ പ്രവേശന പരീക്ഷ ഇല്ലാതെയായിരുന്നു. അതായത് +2വിൻ്റെ മാർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി, ഇംഗ്ലീഷ് എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഈ ഒരു പ്രവേശനം നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു 2025-26 അധ്യയന വർഷം മുതൽ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശന പരീക്ഷ നടത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്നുകിൽ പ്രവേശന പരീക്ഷ കമ്മീഷണറായിട്ടുള്ള CE ഓഫീസായിരിക്കും, അതല്ലെങ്കിൽ ഈ ഒരു LBS സെൻ്ററായിരിക്കും നടത്തുക. അപ്പോൾ ഇതിൽ നിലവിൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഏത് ഏജൻസിയാണ് നടത്തുക അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യണോ എന്നുള്ള സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അതായത് 2025-26 അധ്യയന വർഷത്തിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം ഈ ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് കേരള ഗവൺമെൻറ് ആണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്പെഷ്യൽ അറ്റൻഷൻ എന്നുള്ള വിഭാഗത്തിൽ അതായത് ഈ ഒരു ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ .org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യൽ അറ്റൻഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വ്യൂ ഓളിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്പെഷ്യൽ അറ്റൻഷൻ്റെ ആ ഒരു പേജ് മുഴുവനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് കൊടുത്തത് കാണാം, ഷെഡ്യൂൾ ഓഫ് അഡ്മിഷൻ ഫോർ ദ അക്കാദമിക് ഇയർ 2025-26 BSc നഴ്സിംഗ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇത് 13-ാം തീയതി ആണ് ഈ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു സർക്കുലർ ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം നിങ്ങൾക്ക് അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന പരീക്ഷ നടത്തുന്നതിനായിട്ട് അതായത് ഇവിടെ പ്രത്യേകം ആ ഒരു കാര്യങ്ങളും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് ഇവിടെ BSc നഴ്സിംഗ് അതായത് നിങ്ങൾക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു അക്കാദമിക് ഇയർ 2025-26 വർഷത്തെ എൻട്രൻസ് ടെസ്റ്റ് അതായത് ഈ ഒരു ജൂൺ 15-ാം തീയതിക്ക് മുൻപായിട്ട് തന്നെ നടത്താനുള്ള സമയപരിധിയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള ഡേറ്റ് നിശ്ചയിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് 1-ാം തീയതി 2025 അതായത് ഈ ഒരു വർഷത്തെ ഓഗസ്റ്റ് 1-ലാണ് ക്ലാസ്സുകൾ ആരംഭിക്കാനായിട്ട് നിലവിൽ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, സമയപരിധി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഡ്മിഷനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സെപ്റ്റംബർ 30-ാം തീയതിയാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൽ ഡേറ്റ് നൽകിയിട്ടുള്ളത്. അതായത് ഈ ഒരു പ്രവേശന പരീക്ഷ നടത്താനുള്ള ഡേറ്റ് ജൂൺ 15-ാം തീയതിയാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അഡ്മിഷൻസ് ടു BSc നഴ്സിംഗ് ഡ്യൂറിംഗ് ദ അക്കാദമിക് ഇയർ 2025-26 ഷാൽ ബി ത്രൂ കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് കോമൺ എൻട്രൻസ് സെൽ ഓർ യൂണിവേഴ്സിറ്റീസ്. അഡ്മിഷൻ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദ കാൻഡിഡേറ്റ് അലോങ് വിത്ത് ദ criteria for entrance examination is given in the BSc nursing syllabus and shall be strictly adhered to എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിലാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രവേശന പരീക്ഷ നടത്താനുള്ള സമയപരിധിയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷവും ഇതേ രീതിയിൽ ഈ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ടാവും. എന്നാൽ കഴിഞ്ഞ വർഷം ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള നടപടികളും അതായത് ഈ ഒരു പ്രവേശന പരീക്ഷ നടത്തണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഏജൻസികൾ അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ തയ്യാറാക്കണം. ഈ ഒരു രീതിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ഈ ഒരു പരീക്ഷ ഏത് ഏജൻസി നടത്തും, അതുപോലെ എങ്ങനെ നടത്തും എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വ്യക്തതയോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ ഇല്ലാത്തത് കൊണ്ട് കഴിഞ്ഞ വർഷം ഈ ഒരു
പ്രവേശന പരീക്ഷ ഉണ്ടായിരുന്നില്ല. അതായത് കഴിഞ്ഞ അക്കാദമിക് ഇയറിൽ ഈ ഒരു പരീക്ഷ ഒന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പ്ലസ് ടുവിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ ഈ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ സാധാരണ കോമൺ ആ ഒരു എൻട്രൻസിൻ്റെ കൂടെ നടത്താനാണ് സാധ്യത. അതല്ലെങ്കിൽ LBS ഈ ഒരു പരീക്ഷ സെപ്പറേറ്റ് ആയിട്ട് BSc നഴ്സിംഗിന് നടത്താനാണ് സാധ്യതയുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസൊക്കെ ന്യൂസ് പേപ്പറുകളിൽ നിന്നൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അങ്ങനെ എന്തെങ്കിലും നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് അങ്ങനെ ഒരു പരീക്ഷ നടത്തുന്നുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. കാരണം ഇതിൽ പറഞ്ഞ പ്രകാരം ഈ ഒരു ജൂൺ 15 മുൻപ് ഈ ഒരു പരീക്ഷ നടത്തണം എന്നാണ്. അപ്പോൾ ഈ ഒരു ജൂൺ 15 മുമ്പായിട്ട് സാധാരണ ഇതിൽ ഒരു പ്രവേശന പരീക്ഷ കമ്മീഷൻ നടത്തുന്ന എഞ്ചിനീയറിംഗ് അതുപോലെ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കൂടെ നടത്താനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് കേരള ഗവൺമെൻറ് ഒരു തീരുമാനമൊന്നും നിലവിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എക്സാമിനേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ ഒരു എൻട്രൻസ് നടത്തുന്നുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു എൻട്രൻസിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിലവിൽ അതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള തീരുമാനം കേരള ഗവൺമെൻറ് എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഒന്നുകിൽ ഈ ഒരു LBS സെൻ്ററായിരിക്കും അല്ലെങ്കിൽ പ്രവേശന പരീക്ഷ കമ്മീഷണറായിരിക്കും ഈ ഒരു പരീക്ഷ നടത്താനുള്ള സാധ്യതയുള്ളത്. നിലവിൽ ഈ ഒരു പരീക്ഷ നടത്തണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ച് കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആ ഒരു പരീക്ഷ എന്ന സമയപരിധിക്കുള്ളിൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ജസ്റ്റ് ഒരു അറ്റൻഷനായിട്ട് നൽകിയിട്ടുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.